ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CHSL 2024 ക്ലാഷ് കോഴ്സിന്റെ ക്ലാസ്സുകൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രെയിൻ, റിലേറ്റീവ് സ്പീഡ്, ബോട്ട് ആൻഡ് സ്ട്രീം. കുറച്ച് 3 ടോപ്പിക്കുകളുണ്ട്, കുറച്ച് വലിയ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. 10-30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. പക്ഷേ ഇതിൻ്റെ എല്ലാം ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ 30 ദിവസം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരും. നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ബെസ്റ്റ് സൊല്യൂഷൻസ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും നോട്ട് എഴുതി തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് തരുന്ന പ്രാക്ടീസാണ്. ഇത് പ്രാക്ടീസ് ബാച്ച് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളിത് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേരൊന്നും എന്ത് ചെയ്യുന്നില്ല, സെർച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടങ്ങ് പോവാണ്. ഓക്കെ, അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇത് നന്നായിട്ട് പഠിക്കണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണം, ഏറ്റവും നന്നായിട്ട് ഈ ഒരു ടോപ്പിക്ക് സെറ്റ് ആക്കണം എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണേണ്ടത് ഈ SSC GD 2022 ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ബോട്ട് ആൻഡ് സ്ട്രീം. അപ്പോൾ ഇതൊരു 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. ഈ 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഈ 1.5 മണിക്കൂറിന്റെ ക്ലാസ് നിങ്ങൾ വൃത്തിയായിട്ട് കാണുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്തത് റിലേറ്റീവ് സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി 45-47 മിനിറ്റ്, ഇതെല്ലാം ഫ്രീ ക്ലാസ്സുകളാണ്. 47 മിനിറ്റിലെ ഈ ക്ലാസ് ഇത് കണ്ടാൽ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് ഒരൊറ്റ കാര്യം പോലും വിടാതെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്, പിന്നെ നിങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് സെർച്ച് ചെയ്താൽ തന്നെ ഇതാ ഈ ക്ലാസ് CGL 2024 വേണ്ടി റാങ്ക് മേക്കിംഗ് സീരീസ്, ഇത് ഒരു 1/2 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ഇത് ഒരു 1/2 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്. പിന്നെ ഏതാണ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ലാസ്റ്റ് നമ്മുടെ CHSL വേണ്ടി ക്രാഷ് കോഴ്സ് ചെയ്തത്, അത് ഇതാ കിടപ്പുണ്ട്. ഒരു 40 മിനിറ്റോളം, 41 മിനിറ്റോളം കിടപ്പുണ്ട്. പിന്നെ ഇത് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഒരു 20 മിനിറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം കിടപ്പുണ്ട്. ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട്, നമ്മുടെ പോലീസ് ആൻഡ് തീഫ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഇത്രയും ക്ലാസ്സുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലാസ്സിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കാണുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു സ്പീഡും എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം, പോവാം. ഇപ്പോൾ ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്, ആ കാര്യം മറക്കരുത്. ക്രാഷ് കോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ബേസ് പറഞ്ഞു തരാതിരിക്കുമല്ല, ഏതൊക്കെ കാണണമെന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ ചാപ്റ്ററും എടുക്കുമ്പോഴും ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോസ് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് നന്നായിട്ട് പഠിക്കാവുന്നതാണ്. ആരും വീഡിയോസ് ഇല്ല, ബേസിക് കാര്യങ്ങൾ അറിയില്ല എന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. ബേസിക് കാര്യങ്ങളും ഇതുകൂടെ വരുമ്പോഴേ നമുക്ക് ജോലിയിലോട്ടുള്ള കാര്യങ്ങളോട്ട് വരത്തുള്ളൂ. എപ്പോഴും നമ്മൾ ബേസ് മാത്രം പഠിച്ചിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അവൈലബിൾ ആക്കുവാണ്. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഏറ്റവും ഹൈ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. SSC, റെയിൽവേ എന്നീ എക്സാമുകൾക്ക് വേണ്ടിയുള്ള. അപ്പോൾ നിങ്ങൾക്കത് ഓരോ കോഴ്സിൻ്റെയും ഡെമോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് കണ്ടിട്ട് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് CHSന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫുൾ ക്ലാസ്സുകളും ഫൗണ്ടേഷൻ പ്ലസ് ഈ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബാച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ലൈവായിട്ടുള്ള ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഇത് നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഇവിടെ തൊട്ട് തുടങ്ങാം. 338. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അത് മസ്റ്റായിട്ടും ആ ക്ലാസ്സുകൾ കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കൺസെപ്റ്റുകൾ ഭയങ്കര സ്പീഡായിട്ട് തോന്നും. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷോർട്ട് കട്ടായിട്ട് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു 30 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. 30 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് തീർക്കണം. അതുകൊണ്ട് സ്പീഡിൽ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആ ഒരു ബേസ് ഇല്ലാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത സൊല്യൂഷൻസ് ആയിരിക്കും, ഞാൻ ഉറപ്പ് തരാം. ആരും ഇങ്ങനെ നിങ്ങൾക്ക് സൊല്യൂഷൻ ചെയ്ത് തരത്തില്ല. ഓക്കെ, യൂട്യൂബിൽ അതും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കാം. ഒരു 338 മീറ്റർ ലോങ് ട്രെയിൻ 60 സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുണ്ട്. അതേപോലെ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 18 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ഇത് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാം. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇറ്റ് ക്രോസ് എ മാൻ ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ 39 സെക്കൻഡ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ മാൻ? അപ്പോൾ ആളുടെ സ്പീഡ് എന്താണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ 338 മീറ്റർ ആണ് ട്രെയിൻ കവർ ചെയ്യുന്നത്. മാനെ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് എന്തായിരിക്കും, 338 മീറ്റർ ആയിരിക്കും. അപ്പോൾ 338 ഈക്വൽ ടു അവരുടെ എന്താണ്, 60 കിലോമീറ്റർ പെർ അവറിലും ഇയാൾ മീറ്റർ പെർ സെക്കൻഡില്ല മാൻ്റെ സ്പീഡ്. അപ്പോൾ നമുക്ക് 60 കിലോമീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, കിലോമീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 5/18 കൊണ്ടുപിടിക്കണം. -6 റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ സെയിം ഡയറക്ഷനിൽ കുറയ്ക്കുന്നതായിരിക്കും. അതൊക്കെ റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ്സിലുണ്ട്. ഇൻറ്റു എന്താണ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 39. പിന്നെ അത് എന്ത് ചെയ്യണം, നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇത് നമുക്ക് 10 എന്ന് എഴുതാം, ഇത് നമുക്ക് 3 എന്ന് എഴുതാം. 50/3. ഓക്കെ, 50/3. ഓക്കെ, 39 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50, 3 39 13, 13 65, 650, 650 -39
എക്സ് എന്ന് വരും 650. 39 എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 650. ഇതപ്പുറത്ത് വരും -338. 338 കൂടെ 12 കൂട്ടിയാൽ 350, ബാക്കി 12 കൂട്ടിയാൽ 350, ബാക്കി 300. 312 312/39 ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് 9നെ എന്തുകൊണ്ട് വിളിച്ചാൽ നമുക്ക് 2 വരും. 9നെ 9 കൊണ്ട് വിളിച്ചാൽ പറ്റത്തില്ല, 9നെ 10 കൊണ്ട് പറ്റില്ല, 9നെ 8 കൊണ്ട് വിളിച്ചാൽ നമുക്ക് എന്ത് വരും? യൂണിറ്റ് 2 വരും. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മുടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? റിലേറ്റീവ് സ്പീഡ് വരും. നമ്മൾ എന്ത് ചെയ്തു? മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. വേറെ കൺസെപ്റ്റ് ഒന്നുമില്ല, എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേഷൻ ഡെയിലി മാത്സിന്റെ എക്സസൈസും നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്രാക്ടീസ് ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ ചെയ്യണം? ഞാൻ ചെയ്ത മെത്തേഡിലാണോ ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് തന്നിട്ടുണ്ട്. ട്രെയിൻ ട്രാവലിംഗ് അറ്റ് സ്പീഡ് ഓഫ് ഇത്രയും 90 കാണുമ്പോൾ തന്നെ 18 × 5 ആണ്. അപ്പം മീറ്റർ പെർ സെക്കൻഡിൽ എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ മൈൻഡ് വരേണ്ടത്. കാര്യം 18 മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡാണ്. ക്രോസ് എ മാൻ സ്റ്റാൻഡിങ് എ പ്ലാറ്റ്ഫോം ഇൻ 8 സെക്കൻഡ്. അപ്പോൾ മാനെ ക്രോസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അവിടെ അതിന്റെ ലെങ്ത് തന്നെയാണ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ 25 × 8 200 മീറ്റർ ആണ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് ദ പ്ലാറ്റ്ഫോം ലെങ്ത് 250 മീറ്റർ. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്താവും? 200, 250, 450. റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ്സിൽ ഞാൻ ഫുൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 450 ഡിസ്റ്റൻസ് എത്ര സ്പീഡിലാണ് പോകുന്നത്? 90 എന്ന് പറഞ്ഞാൽ 25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1, ബാക്കി 200 18 സെക്കൻഡിൽ എന്ത് ചെയ്യും? അത് ആ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യും. അപ്പോൾ എഴുതുന്നത് കണ്ടോ? ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. 25, 200 ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഇത് വേണമെങ്കിൽ എഴുതാം. ഇത്രയായിരിക്കണം നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 253 മീറ്റർ ലോങ് ട്രെയിൻ ഇത്രയും സ്പീഡിൽ 42 സെക്കൻഡ് ടു ക്രോസ് എ ബ്രിഡ്ജ്. ദ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് വരുന്നത്. അപ്പോൾ 253 42 ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ ഇത്രയും സമയം എടുക്കുന്നു. സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സ്പീഡ് ഇൻറ്റു ടൈം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. 60 കിലോമീറ്റർ പെർ അവറും നമുക്ക് സെക്കൻഡുമാണ്. നമുക്ക് എന്താ മീറ്ററിലാണ് വേണ്ടത്. അപ്പോൾ 60 കിലോമീറ്റർ പെർ അവർ നമ്മൾ നേരത്തെ കണ്ടു. 60 × 5/18, അതായത് 10 × 5/3, 50/3, 50/3 × 42, 50/3 × 42 എന്ന് പറയുമ്പോൾ 3 42 14, 14 × 50 700. 700ഉം 250, 700 ടോട്ടൽ ഡിസ്റ്റൻസ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിഡ്ജിന്റെയും ട്രെയിനിന്റെയും കൂടെ ലെങ്ത് ആണ്. അതായത് ഒരു ട്രെയിൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ ട്രെയിനിന്റെയും ബ്രിഡ്ജിന്റെയും കൂടെ ലെങ്ത് ആയിരിക്കും. അതാണ് നമുക്ക് 700 കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 700 മൈനസ് അതെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജും ട്രെയിനോട് ചേർന്ന 700 മൈനസ് 253. അതായത് എന്താണ്? 7 അവസാനിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട്. 47 കൂടെ ആകുമ്പോൾ 300, പിന്നെ 400. ഓപ്ഷൻ എ എന്ത് ചെയ്യാൻ ചെയ്യും? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി എഴുതേണ്ട ആൾക്കാർ എന്ത് ചെയ്യും? ഇത് ചെയ്യും. 60 × 5/18. അപ്പോൾ നമുക്ക് 50/3 × 42 എന്ന് പറഞ്ഞാൽ 700 മൈനസ് 253 ആയിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പെൻ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷൻ. ഒരു ട്രെയിൻ പാസ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 42 സെക്കൻഡ് ആൻഡ് എ മാൻ സ്റ്റാൻഡിങ് ഇൻ എ പ്ലാറ്റ്ഫോം. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഈ കാണിച്ച ക്ലാസ്സിലുണ്ടല്ലോ, ആ ക്ലാസ്സിൽ അത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. വളരെ വേഗത്തിൽ ചെയ്യാനും പറ്റും. ഓക്കെ, സ്റ്റാൻഡിങ് ഓൺ എ പ്ലാറ്റ്ഫോം ഇൻ 26 സെക്കൻഡ്. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കിടിലം കൺസെപ്റ്റ് ഉപയോഗിക്കുകയാണ്. ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യാൻ 42 സെക്കൻഡും ഒരാളെ കവർ ചെയ്യാൻ 26 സെക്കൻഡുമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരാളെ ക്രോസ് ചെയ്യാൻ 26 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ട്രെയിനിന്റെ ലെങ്ത് മാത്രമായിരുന്നു ഉള്ളതെങ്കിൽ അത് കവർ ചെയ്യാൻ 26 സെക്കൻഡ് എടുക്കും. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമോട് വന്നപ്പോൾ അയാൾക്ക് എത്ര എക്സ്ട്രാ സെക്കൻഡ് എടുത്തു? 16 സെക്കൻഡ് എടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ആ ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യാൻ ട്രെയിൻ എത്ര സെക്കൻഡ് എടുക്കും? 16 സെക്കൻഡ് എടുക്കും. അപ്പോൾ ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. ഇപ്പോൾ 29 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡുള്ള ട്രെയിൻ 16 സെക്കൻഡിലാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യുന്നത്. അതായത് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 29 × 16 9654 4 യൂണിറ്റ് വരുന്ന ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി. ഈ ക്വസ്റ്റിനും എന്താണ്? പെൻ ഫ്രീ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റിനും വിടത്തില്ല. അതിന്റെ എല്ലാം ബെസ്റ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആക്കും. അപ്പോൾ ഇതൊക്കെ പേന എടുക്കുക ചെയ്യുമെന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് സ്പീഡാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ് പോകുന്നവർക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പേര് ഫോളോ ചെയ്യുന്ന വരുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പഠിച്ച് സെറ്റായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് പഠിച്ചാൽ മതി. സമാധാനമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്ത് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്താവും? നിങ്ങളുടെ മാത്സ് ഒരിക്കലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പോകത്തില്ല. ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈ സൊല്യൂഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയണം കേട്ടോ. യെസ്. റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് ഇത്രയും എ ട്രെയിൻ പാസ്ഡ് ത്രൂ എ 1.5 കിലോമീറ്റർ ലോങ് ടണൽ ഇൻ 2 മിനിറ്റ്. വാട്ട് ഇസ് എ ലെങ്ത് ഓഫ് ദ ട്രെയിൻ? അപ്പോൾ ടണലിന്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മിനിറ്റ്. അപ്പോൾ 60 കിലോമീറ്റർ പറഞ്ഞാൽ 2 മിനിറ്റ്. നമുക്ക് എന്താ? മീറ്ററിലാണ് വേണ്ടത്. 60 കിലോമീറ്റർ പെർ എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് കണ്ടു. എത്രയാണ്? 50/3 അല്ലേ? ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ 50/3 ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 2 മിനിറ്റ്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3ഉം ഇതോട് വെട്ടി 40, 50 × 40 2000 എന്ന് വരും. ഇപ്പോൾ 2000 മീറ്റർ ആണ് ടോട്ടൽ ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും കൂടെ ലെങ്ത്. ടണലിന്റെ കൂടെ ലെങ്ത്. ടണൽ 1.5 കിലോമീറ്റർ ആണെങ്കിൽ ട്രെയിൻ 1/2 കിലോമീറ്റർ ആണ്. 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 500 മീറ്റർ. ഇതും വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പെൻ ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തോന്നും ചെറിയ ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നും. അതേ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും.
അടുത്ത ക്വസ്റ്റ്യൻ, 2 trains A and B running between 2 points. Speed of train A is 50% more than speed of that B. Then ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Then to cover that distance A takes 15 minutes less than B. If A covers double the distance and B covers the same distance as earlier, then A takes 18 minutes more than B. How much time will train A take to cover the distance? അപ്പോൾ നിങ്ങളെ കുറച്ച് കുഴയ്ക്കാൻ വേണ്ടിയുള്ള, അതായത് നിങ്ങളെ കുറച്ച് കുഴയ്ക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, 50% ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്താ തരുന്നത്? ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചോ, ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചോ. ആ ഡിസ്റ്റൻസ് എ ടേക്സ് 15 minutes ലെസ് ദാൻ ബി, അതായത് ബിക്ക് എന്ത് ചെയ്യും? ബിക്ക് എയേക്കാൾ എത്ര മിനിറ്റ് എടുക്കും? 15 മിനിറ്റ് കൂടുതലെടുക്കും. അപ്പോൾ ഡബിൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ബി കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ്. എ ഡബിൾ ഡിസ്റ്റൻസും ബി എന്താണ്? സെയിം ഡിസ്റ്റൻസ്. ആദ്യം ബിക്ക് എയേക്കാൾ 15 മിനിറ്റ് കൂടുതലെടുക്കുമായിരുന്നു, എക്ക് കുറവായിരിക്കുന്നു, കൂടുതലെടുക്കുമായിരുന്നു. എന്നാൽ ആ ബി എന്ത് ചെയ്തു? ആ 15 മിനിറ്റ്, എയേക്കാളും 15 മിനിറ്റ് കൂടുതലെടുക്കുന്ന ഒരു കേസിൽ നിന്ന ബി അവിടെ തന്നെ അതേ ഡിസ്റ്റൻസ് തന്നെ പോകുന്നത്. പക്ഷേ എ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യുമ്പോൾ 18 minutes മോർ ദാൻ ബി, അതായത് 18 മിനിറ്റ് എന്ത് ചെയ്യുന്നു? എക്ക് ബിയേക്കാളും കൂടുതലെടുക്കുന്നു. അതായത് ബി എന്ത് ചെയ്യും? അപ്പോൾ 18 മിനിറ്റ് കുറച്ചേ എടുക്കത്തുള്ളൂ. അതായത് എക്ക് പോകാൻ വേണ്ടി എത്ര സമയം എടുക്കും? എയുടെ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആദ്യമേ 15 കുറവായിരുന്നു, ഇപ്പോൾ എത്രയാണ്? 18 കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ബിയുടെ ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ 18ഉം 15ഉം എത്രയാണ്? 33 മിനിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എക്ക് 33 മിനിറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ആദ്യമേ ആ ഒരു ഡിസ്റ്റൻസ് കിടന്നപ്പോൾ 15 മിനിറ്റ് ലെസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഡബിൾ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ, അതായത് ആ ഒരു ഡിസ്റ്റൻസോട് ഒന്നുകൂടെ ഓടണം. അങ്ങനെ ആകുമ്പോൾ ഈ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നതിനെ 15 മിനിറ്റ് തന്നെ കുറവ് വന്നേനെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 18 മിനിറ്റ് കൂടുതൽ എടുത്തത് എക്ക് ബിയേക്കാളും? അപ്പോൾ 33 മിനിറ്റ് ആയിരുന്നു ഒറിജിനൽ എടുക്കുന്നത്. അപ്പോൾ ബി അവിടെ തന്നെ നിന്നു. അപ്പോൾ 2 വട്ടം പോകുമ്പോൾ എന്ത് ചെയ്തു? 33 ടോട്ടൽ എടുക്കുമായിരുന്നു. അതിൽ ഒരു വട്ടത്തെ 15 നമ്മൾ ആ ഒരു സിംഗിൾ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു? കുറഞ്ഞു. സിംഗിൾ ഡിസ്റ്റൻസിൽ ആദ്യമേ തന്നെ മുമ്പിലായിരുന്നു. എ എന്ന് പറയുന്നത് 15 മിനിറ്റ് മുമ്പിലായിരുന്നു, കുറച്ചേ എടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ടോട്ടൽ 33 എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് നെക്സ്റ്റ് റൗണ്ടിൽ അത്രയും ദൂരം തന്നെ എ പോയിട്ടും, കൺസെപ്റ്റ് മനസ്സിലായോ? അത്രയും ദൂരം തന്നെ എ പോയിട്ടും എക്ക് എന്തേ എടുത്തുള്ളൂ? 18 മിനിറ്റ് അധികം എടുത്തുള്ളൂ. അതിന് കാരണം എന്താ? ഒറിജിനൽ രണ്ടുപേരും ഒരേ സമയം എടുക്കുമായിരുന്നെങ്കിൽ എക്ക് എന്ത് ചെയ്യണേ? 33 മിനിറ്റ് തന്നെ എടുക്കേണ്ടി വന്നേനെ. പക്ഷേ 15 മിനിറ്റ് ആദ്യമേ കുറച്ചേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് 18 മിനിറ്റ് എന്ത് ചെയ്തത്? കൂടിയത്. അല്ലെങ്കിൽ എക്ക് ബിയേക്കാളും എന്ത് ചെയ്യണേ? 33 മിനിറ്റ് കൂടുതൽ തന്നെ എടുത്തേനെ. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് വീണ്ടും ഒന്ന് കേട്ട് നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായാൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? പേന എടുക്കുക ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ഈ ഒരു 50% മോറും 2:1 ഒക്കെ വെച്ച് ഇരിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റിന്റെ ലെവലൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ഒരു ക്രാഷ് കോഴ്സിൽ തന്നെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കണം. ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് ഫുള്ള് കാണണം. ക്വസ്റ്റ്യൻ നോക്ക്. 2 ട്രെയിൻസ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ കാണിച്ച ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റുകളും എല്ലാം. 2 ട്രെയിൻസ് സ്റ്റാർട്ട് അറ്റ് ദ സെയിം ടൈം. ട്രെയിൻ എ ട്രാവലിംഗ് അറ്റ് സ്പീഡ് ഓഫ് ആവറേജ് സ്പീഡ് വന്നിട്ടുണ്ട്, ഗോസ് സിറ്റി M to N. ട്രെയിൻ ബി N to M തിരിച്ചു വരുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 cities എന്നത് 960. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ ബി ഇഫ് ബോത്ത് ട്രെയിൻസ് ക്രോസ് ഈച്ച് അതർ ആഫ്റ്റർ 8 മണിക്കൂർ. അതായത് രണ്ട് സ്റ്റേഷനുകളുടെ ഡിസ്റ്റൻസ് 960 ആണ്. 8 മണിക്കൂറിൽ അവർ ക്രോസ് ചെയ്യുന്നെങ്കിൽ 960/8 എന്ന് പറയുമ്പോൾ 120 km/h ആണ് അവരുടെ റിലേറ്റീവ് സ്പീഡ്. ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് എന്താണ്? സമ്മാണ്. അതിനകത്ത് ഒരാളുടെ 54 ആണെങ്കിൽ ബാക്കിയുള്ളവർ എത്ര ആയിരിക്കും? 66 ആയിരിക്കും. കഴിഞ്ഞു. 54 ഒരാളുടെ, ബാക്കിയുള്ളവർ 66. അപ്പോൾ ഇതൊക്കെ എവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൽ, റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് കൺസെപ്റ്റുകളെല്ലാം പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അത് കാണാത്തവർ അത് മസ്റ്റായിട്ട് കാണുക, മസ്റ്റ് വാച്ച് ക്ലാസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ 120 km/h ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡ് ആയിരിക്കും. ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് ആയിരിക്കും. ഒരാളുടെ സ്പീഡ് വന്നിട്ടുണ്ട് 54, ബാക്കിയുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 66. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു 150 മീറ്റർ ലോങ് ട്രെയിൻ, ഇത്രയും സ്പീഡ്. 54 കാണുമ്പോൾ തന്നെ 18 × 3 ആണ്. അപ്പോൾ 5 × 3 15 കണ്ടോ? ട്രാവലിംഗ് ആയിട്ട് ഇത്രയും സ്പീഡ്. ക്രോസ് എ പ്ലാറ്റ്ഫോം ഇൻ 42 സെക്കൻഡ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം? അപ്പോൾ 150 മീറ്റർ ട്രെയിൻ 54 km/h എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ്. 5 × 3 ആണ്. 18 × 3 5 × 3. അപ്പോൾ 150/15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സ്പീഡ്, ടൈം കിട്ടും. ഓക്കെ, ടൈം ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്യാം. ഓക്കെ, ലോങ് ട്രെയിൻ ട്രാവലിംഗ് അറ്റ് ക്രോസ് ട്രാവലിംഗ് അറ്റ് 54 km/h. അപ്പോൾ 150 മീറ്റർ ട്രാവലിംഗ് അറ്റ് 54 km/h. അപ്പോൾ അതായത് 15 മീറ്റർ പെർ സെക്കൻഡ്. അതിന് ആ ട്രെയിനിന്റെ ലെങ്ത് തന്നെ പാസ് ചെയ്യാൻ, ഇപ്പം പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രെയിനിന്റെയും പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കവർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ക്രോസ് ചെയ്യണമെങ്കിൽ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ 150/15 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 സെക്കൻഡ് കിട്ടും. അപ്പോൾ 10 സെക്കൻഡ് കൂടെ ആയിരിക്കും ആ ട്രെയിൻ അതിന്റെ ലെങ്ത് പോകുന്നത്. അപ്പോൾ ഈ 42 സെക്കൻഡിൽ പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം എന്താ? 32 സെക്കൻഡ് ആയിരിക്കും ആ ഒരു ട്രെയിന് പ്ലാറ്റ്ഫോമിനെ മാത്രം ക്രോസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ്. ഇപ്പോൾ 15 ഗുണം മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 32, 300, ബാക്കി
450 30 480 മീറ്റർ 480 മീറ്റർ ആയിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്. ഇതൊക്കെ എന്താണ് പെൻ ഫ്രീ ക്വസ്റ്റ്യൻസ് ആണ്. കൺസെപ്റ്റ് മനസ്സിലായോ? 150 മീറ്റർ ട്രെയിന് അത് എന്തുകൊണ്ടാണ് കിട്ടിയത്? എനിക്ക് ആ 54 എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പെട്ടെന്ന് കിട്ടി. കാര്യം 18 മീറ്റർ പെർ കിലോമീറ്റർ പെർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ 150/15 എന്ന് പറയുമ്പോൾ 10 സെക്കൻഡ് കൊണ്ടാണ് ആ ട്രെയിനിന്റെ ലെങ്ത് കവർ ചെയ്യുന്നത്. ബാക്കിയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യാൻ 32 സെക്കൻഡ് എടുക്കും. 32 സെക്കൻഡിൽ 54 15 മീറ്റർ പെർ സെക്കൻഡിലാണ് ആ ട്രെയിൻ പോകുന്നത്. അപ്പോൾ 15 × 32 എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ കിട്ടാം. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സും വൈയും എന്നും ഒക്കെ ആയിട്ട് ചെയ്യും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന വഴികളാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത്. ഫൗണ്ടേഷൻ ബാച്ചിൽ ഇതിനെല്ലാം എന്തുണ്ട്? സെറ്റായിട്ടുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. യെസ്, ക്ലിയർ ആണോ ഇത്? ഇനി നമുക്ക് റിലേറ്റീവ് സ്പീഡിന്റെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, ഓക്കെ. ഇതെല്ലാം ഞാൻ അവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ. എ ആൻഡ് ബി സ്റ്റാർട്ടഡ് ജേർണീസ് വന്നിട്ടുണ്ട്. ഒരാൾ എക്സിന്നും വൈയിലോട്ടും മറ്റേത് വൈന്ന് എക്സിലോട്ടും. ആഫ്റ്റർ ക്രോസിംഗ് ഈച്ച് അതർ ബി കംപ്ലീറ്റ് റിമൈനിങ് പാർട്ട് ഇത്രയും മണിക്കൂർ. ഇഫ് ദ സ്പീഡ് ഓഫ് എ വന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ബി. അപ്പോൾ നമ്മൾ തന്നിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. രണ്ട് സാധനങ്ങൾ, രണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നു മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈം തന്നാൽ ഇത് T1, ഇത് T2, ഇത് T2 ആണെങ്കിൽ ഇത് ഇയാളുടെ സ്പീഡ് S1 ഇയാളുടെ സ്പീഡ് S2 ആണെങ്കിൽ S1/S2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √T2/T1 ആയിരിക്കും. ഇതേ കണ്ടീഷൻ, ഇത് മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈം തന്നാൽ. ഇവിടെ S1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ഡിവൈഡഡ് ബൈ നമുക്ക് വേണ്ടുന്ന സ്പീഡ് അത് ബി എന്ന് കൊടുക്കാം, ഈക്വൽ ടു √T2. T2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളുടെ സ്പീഡ് ഇവിടെ നിന്നെങ്കിൽ രണ്ടാമത്തെ ആളുടെ ടൈം ഇവിടെ എഴുതണം. രണ്ടാമത്തെ ആളുടെ ടൈം എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ അടുത്ത ആളുടെ ടൈം 48 1 49/8 മേളിൽ 8 വരും. നമുക്ക് എന്ത് കിട്ടും? 8 എഴുതേണ്ട കാര്യമില്ല. 32/b ഈക്വൽ ടു 8/7 കിട്ടും. ഇത് 4, ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 7 4 28 കിലോമീറ്റർ പെർ ആയിരിക്കും ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ സീയിങ് പോലീസ്മാൻ്റെ തീഫിൻ്റെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എന്ത് ചെയ്യും? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതിൽ എത്ര പേര്, നിങ്ങൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെൻ ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അവിടെയും എന്താണ് ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ ഇത് പേന എടുക്കാതെ കാണിച്ചു തരാം. 500 മീറ്റർ ആയിരുന്നു വരുന്നത്. ഞാനിതിങ്ങനെ ചെയ്യുന്നത്. തീഫ് സ്റ്റാർട്ട് റണ്ണിങ്, തീഫിൻ്റെ സ്പീഡ്, പോലീസിൻ്റെ സ്പീഡ്, ഡിസ്റ്റൻസ് റൺ ബൈ പോലീസ്. അപ്പോൾ രണ്ടും എന്തായിരിക്കും? 5 5 6 5 6 1ന്റെ വാല്യൂ 500, 6 വേണ്ടുന്ന പോലീസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 6 എന്ന് പറഞ്ഞാൽ 6 × 500 3 കിലോമീറ്റർ. ഓപ്ഷൻ ബി. ഞാൻ പേന എടുക്കാതെ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് കൺസെപ്റ്റാണ് ഉപയോഗിച്ചത്? ഇതൊക്കെ നമ്മുടെ ആ ഒരു ടൈം ഡിസ്റ്റൻസ് ഞാൻ കാണിച്ച ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലീസ് കള്ളനെ കാണുന്നു, ആ ഒരു സമയം അതിൻ്റെ ക്ലാസ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം തൊട്ട് പിടിക്കുന്നവരെ രണ്ടുപേരും ഓടിയ സമയം എന്താണ്? സെയിം ആണ്. ഇപ്പോൾ ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസും ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഡിസ്റ്റൻസ് സ്പീഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്തോ ഇവരുടെ 5:6, അതായത് 10നെയും 12നെയും റേഷ്യോ എടുക്കുക. അതായത് നമ്മുടെ തീഫ് 5 യൂണിറ്റ് ഓടിയാൽ പോലീസ്മാൻ 6 യൂണിറ്റ് ഓടുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഗ്യാപ്പല്ലേ, ആ ഗ്യാപ്പ് 1 യൂണിറ്റല്ലേ ഗ്യാപ്പ് വരുന്നത്. ആ 1 യൂണിറ്റിന് വാല്യൂണ് ക്വസ്റ്റ്യൻ തന്നെങ്കിൽ എത്ര? 500 മീറ്റർ. തീഫ് ഓടുന്നത് 5 യൂണിറ്റും പോലീസ്മാൻ ഇടുന്നത് 6 യൂണിറ്റും ആയിരിക്കും. അപ്പോൾ എത്ര ആവുന്നത്? 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6 × 500 3000 മീറ്റർ, അതായത് 3 കിലോമീറ്റർ. പിന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ പേന എടുക്കാതെ തന്നെ നിങ്ങൾ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളത് കമന്റ് ആയിട്ട് പറയണം. ഒരുപാട് പേര് അത് ആദ്യത്തെ വ്യൂ ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആൾക്കാരുടെ സീരിയസ്നെസ് കുറയുവാണ്. നിങ്ങൾ എത്രത്തോളം കാണുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇത്ര സ്പീഡ് തന്നിട്ടുണ്ട്, ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അപ്പോൾ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം അത് പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? ടൈമിന് ഈക്വറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തോട്ടുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ x/5, x/8, x/10 അതാണ്. x/5 ആണ് ആദ്യത്തെ ടൈം, x/8 ആണ് രണ്ടാമത്തെ ടൈം, x/10 ആണ് മൂന്നാമത്തെ ടൈം. അതാണ് 2 hours 33 minutes തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സും കോമൺ എടുത്തിട്ട് 1/5 1/8 1/10 LCM 40 ആണ്. അപ്പോൾ 40 കൊണ്ട് മൾട്ടിപ്ലൈ എത്ര വരും? 1/5 × 40 8, ഇവിടെ 5 13 13 4 17 17/40 എന്ന് പറഞ്ഞാൽ കണ്ടോ? സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നുണ്ടോ? ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 33 മിനിറ്റ്. അതായത് 2 പിന്നെ 33/60 മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 മിനിറ്റ് വിടുക. 33/60 എന്ന് പറയുമ്പോൾ 11/3 വെച്ചിട്ടും 11/20 നമുക്ക് എന്ത് ചെയ്യാം? 40 51/20 നീട്ടും. നമുക്ക് 20നെ ഇത് വെച്ച് 2, 17നെ ഇത് വെച്ച് 3, എക്സിൻ്റെ വാല്യൂ ഒന്ന് നീട്ടി 6 നീട്ടി. ഇപ്പോൾ x 6 ആണെങ്കിൽ നമ്മുടെ ആൻസർ 6 ആണോ? 6 കിലോമീറ്റർ ആണോ? അല്ല. ഇവിടെ ഓപ്ഷനകത്ത് 6 കിലോമീറ്റർ ഉണ്ടായത് അത് കൊടുക്കുമായിരുന്നോ? അതെന്താണ്? സില്ലി മിസ്റ്റേക്ക് ആണ്. 6 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? സില്ലി മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് 3 ഈക്വൽ ഡിസ്റ്റൻസ് നമ്മൾ x എന്നാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 3x ആണ്. അത് 3 × 6 18 കിലോമീറ്റർ ആണ്. അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അതിലും അടിപൊളി സൊല്യൂഷൻ.
ഞാൻ ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ മിക്കവാറും ടൈപ്പുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റുകളും എല്ലാം നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, മാക്സിമം ക്ലാസ്സിലുണ്ട്. പിന്നെ സർക്കുലർ റേസ് ഇത്രയും ഒരു മാനും വുമണും പോയിന്റ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സ്പീഡ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ട് ദേ വിൽ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് 2500. അവർ രണ്ടുപേരും ആ ഇടയ്ക്കുള്ള 2500 മീറ്റർ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ഇത് പേൻ എടുക്കാൻ ചെയ്യുന്ന ദിവസം 2500 37 35 എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 18 ഗുണം 4 ആണ് 72, 5 ഗുണം 4 20 എന്ന് വരും. ഇത്ര സെക്കൻഡ്, അതായത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മേളിൽ എന്ത് വരും? ആൻസർ സെക്കൻഡ് വരും. 252 എന്ന് പറയുമ്പോൾ 120 125 മിനിറ്റ്. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ്, 125 സെക്കൻഡ്. 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റും ബാക്കി 5 സെക്കൻഡ്. ഓപ്ഷൻ സി എന്ത് ചെയ്യണം? ആൻസർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു റിലേറ്റീവ് സ്പീഡിൻ്റെ അതേ കേസാണ്. ആ ഒരു ഡിസ്റ്റൻസ് 2500 ആണ് കവർ ചെയ്യേണ്ടത്. ലീനിയർ റേസ് ഇമ്പോർട്ടൻറ്റ്. ലീനിയർ റേസും ചെയ്തിട്ടുണ്ട്. ലീനിയർ റേസിൻ്റെ ക്ലാസ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരണോ? ലീനിയർ റേസിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. യെസ്, ലീനിയർ റേസ്. അപ്പോൾ ഇത് ഇത്രയും നല്ല ക്ലാസ് ചെയ്തിട്ട് അതിന് എന്താണ് വ്യൂസ് ഒക്കെ കുറവാണ്. അപ്പം അത്രയും സീരിയസ്നെസ് കുറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതാണ് പ്രശ്നം. ലീനിയർ റേസ് ദിശ അക്കാഡമി. ഓക്കെ യെസ്, ഈ ക്ലാസ് മെയിൻസിന് വേണ്ടി ചെയ്താണ്. അത് മെയിൻസിന് എന്നല്ല, നിങ്ങൾ എല്ലാ എക്സാംസിനും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഒരു 41 മിനിറ്റിൽ അടിപൊളി ക്വസ്റ്റ്യൻസ്, എല്ലാ അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിൻ്റെ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. 891 വരെ അത് കണ്ടിട്ടുള്ളൂ. ഇത്രയും പേരെ സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. യെസ്, അത് മാറണം. അത് അതിനകത്ത് അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക? കാണാം. യെസ്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിലെല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറേ പേർക്ക് സെർച്ച് ചെയ്യാൻ പാടാന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. 200 മീറ്റർ റേസിൽ എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 25 മീറ്റർ. അപ്പോൾ ആ ഒരു ലീനിയർ റേസിൻ്റെ ക്ലാസ് മസ്റ്റായിട്ട് കാണണം. ഇത് മനസ്സിലാവാത്തവരും അത് കണ്ടിട്ടില്ലാത്തവർ. എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് ഇത്രയും ആൻഡ് എ വിൻസ് ദ റേസ് ബൈ 10 സെക്കൻഡ്. ആൾട്ടർനേറ്റീവ്ലി ഇഫ് എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 45 മീറ്റർ റേസ് എൻസ് ഇൻ എ ഡെഡ് ഹീറ്റ്, ഹൗ ലോങ് ഡസ് എ ടേക്ക് ടു റൺ 200 മീറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? 20 കൂടിയപ്പോൾ 10, 20 10 2 മീറ്റർ പെർ സെക്കൻഡ്, 45 155/2 77. ഓപ്ഷൻ ഡി എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ എന്താണ്? എനിക്ക് പെൻ ഫ്രീ ആണ്. എത്ര പേര് ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ടോട്ടൽ 200 മീറ്റർ ഉള്ള. ഇപ്പോൾ എ എന്ന് പറയുന്നത് ബിക്ക് 25 മീറ്റർ, അതായത് 25 മീറ്റർ മുന്നേ നിന്നോ, ബി എടുത്ത് പറയാം. 25 മീറ്റർ മുന്നേ നിന്നോ. എന്നിട്ടും എ എന്ത് ചെയ്തു? 10 സെക്കൻഡിൽ ജയിച്ചു. 10 സെക്കൻഡിൽ എ 200 മീറ്റർ ഓടിയെത്തി. ബി 175 ഓടിയെത്തിയുള്ളൂ. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. ടി സെക്കൻഡിലാണ് എ എത്തിയെങ്കിൽ T+10 സെക്കൻഡിലാണ് ആരെത്തിയത്? നമ്മുടെ ബി എത്തിയത്. 25 മീറ്ററിൻ്റെ ഒരു ലീഡ് ഉണ്ടായിരുന്നിട്ട് കൂടി. നെക്സ്റ്റ് ടൈമിൽ 45 മീറ്ററിൽ എന്ത് ചെയ്തു? ബി എ നിർത്തി. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടുപേരും ഒരേ സമയത്ത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ 10 സെക്കൻഡ് ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി 10 സെക്കൻഡിൻ്റെ കുറവ്, അതായത് ആദ്യത്തെ കേസിൽ ബി 10 സെക്കൻഡ് 25 മീറ്റർ ഫ്രണ്ടിൽ നിന്നിട്ടും 10 സെക്കൻഡ് പിന്നിട്ടാണ് എന്ത് ചെയ്തത്? ബി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ അതിൻ്റെ ആ ഒരു പരിപാടി, ഈ 10 സെക്കൻഡിൻ്റെ ആ ഒരു ഗ്യാപ്പ് 0 ആക്കാൻ വേണ്ടി, അതാണ് ഈ ഡെഡ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് രണ്ടുപേരും ഒരേ സമയത്ത് വന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മളെ ഈ പയ്യനെ എന്ത് ചെയ്തു? ഒരു 20 മീറ്ററൂടെ എന്ത് ചെയ്തു? 20 മീറ്ററൂടെ മുന്നോട്ട് നിർത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്ക് ആ ഒരു 20 മീറ്റർ ഓടാൻ വേണ്ടിയുള്ള സമയമായിരുന്നു എന്ന് പറയുന്നത് 10 സെക്കൻഡ്. അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബിയുടെ സ്പീഡ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൗ ലോങ് ഡസ് എ ടേക്ക് ടു റൺ 200 മീറ്ററാണ്. ഇപ്പോൾ എയുടെ ടൈമാണ് വേണ്ടത്. ഇപ്പോൾ എയുടെ ടൈം വേണമെങ്കിൽ എന്താ? നമുക്ക് ബിയുടെ രണ്ടാമത്തെ കേസ് എടുത്തൂടെ? രണ്ടാമത്തെ കേസിൽ എ 200 മീറ്റർ ഓടുന്നു. ഇവിടെ ടൈം കോൺസ്റ്റന്റ്, ടൈം സെയിമാണ്. അതായത് എ 200 ഓടുന്ന സമയത്ത് ബി എത്ര ഓടത്തുള്ളൂ? 45 ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഒരേ സമയത്താണ് ക്ലോസ് ചെയ്യുന്നത്. ആ ഒരേ സമയം ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതെടുത്തത്. അപ്പോൾ ബി എത്ര ആയിരിക്കും ഓടുന്നത്? 200 നിന്ന് 45 കുറയ്ക്കുക, 155 മീറ്റർ ആയിരിക്കും ഓടുന്നത്. അതായത് ബി 155 മീറ്റർ ഓടുന്ന സമയമാണ് എ എന്ത് ചെയ്യുന്നത്? 200 മീറ്റർ ഓടാൻ എടുക്കുന്ന സമയം. ഇതൊക്കെ കൺസെപ്റ്റാണ്. ഇതെല്ലാം ഇതാണ് അടിപൊളി കൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? നോർമലായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് മാത്രം, ദിശയിലെ ക്ലാസ് മാത്രം നിങ്ങളൊന്ന് കണ്ടു നോക്കും. നിങ്ങൾ അവിടുന്ന് ഇവിടുന്നും കയറി തപ്പി കാണാതെ ഈ ഒരു കൺസെപ്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ചെറിയ കൺസെപ്റ്റാണ്, പക്ഷേ ഭയങ്കര പവർഫുൾ ആണ്. നിങ്ങളെ ഫുൾ മാർക്ക് വാങ്ങുന്നതിൽ നിന്നും എന്ത് ചെയ്യും? ഇതിലുള്ള കണ്ടന്റ് നിങ്ങൾ വൃത്തിയായിട്ട് കാണുവാണ്. ഫുൾ മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും? അതും ബെസ്റ്റ് അപ്രോച്ച്. നിങ്ങൾ അവിടെ പോയി ഒരിക്കലും എന്താവേണ്ടി വരത്തില്ല? ടെൻഷൻ ആവേണ്ടി വരത്തില്ല. അതിന് ജസ്റ്റ് ക്ഷമ മാത്രമാണ് വേണ്ടത്. ഇപ്പോൾ 155 മീറ്റർ ആരോടുന്ന? ബി ഓടുന്ന ടൈമാണ്. എക്ക് ടോട്ടൽ ഓടാൻ വേണ്ടിയുള്ള സമയം. ഇപ്പോൾ 155/2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് സെക്കൻഡ് കിട്ടും. 77.5 സെക്കൻഡിൽ ആൻസർ കിട്ടും. ഇന്ന് ചെയ്തു വെച്ചുള്ള ഏറ്റവും അടിപൊളി ക്വസ്റ്റ്യൻ ലീനിയർ റേസിൻ്റെ ക്ലാസ് കൂടെ കാണാം. റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, 4:7. സൂഹേലിൻ്റെ ഡിസ്റ്റൻസ് എയുടെ വാല്യൂ ആണ് 63, 7 × 9. രവീനയുടെ ഡിസ്റ്റൻസ് 4 × 9 36. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്.
വിനു 10 മണിക്ക് പോയി. സുദീപ് ബി എയിൽ നിന്ന് ബിയിലോട്ട് 10 മണിക്ക് ഇറങ്ങി. മറ്റേ സുദീപ് ബിയിൽ നിന്ന് എയിലോട്ട് 2 PM ഇറങ്ങി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പേഡ്സ് വന്നിട്ടുണ്ട്. വിഷ്ണുവിന്റെ സ്പീഡ് വന്നിട്ടുണ്ട്, സുദീപിന്റെ സ്പീഡ് വന്നിട്ടുണ്ട്. അറ്റ് വാട്ട് ടൈം ദേ വിൽ മീറ്റ് ഈച്ച് അതർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ? റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് 2 ട്രെയിൻ വരുന്നതും എല്ലാം കിറ്റിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് മസ്റ്റായിട്ടും കാണും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കേസിൽ റിലേറ്റീവ് സ്പീഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടുപേരും എന്ത് ചെയ്യണം? ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തോണാവണം. അതായത് ഇവിടെ എന്തുകൊണ്ട് 556ന്റെ ദൂരമുണ്ട്. ഇതൊക്കെ അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള. അപ്പോൾ 10 മണിക്ക് തുടങ്ങിയവനെ എന്ത് ചെയ്യണം? 2 മണിക്ക് ആക്കണം. അപ്പോൾ 10 മണിക്ക് പോകാൻ 2 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 4 മണിക്കൂറുണ്ട്. അപ്പോൾ വിഷ്ണുവിന്റെ സ്പീഡ് എത്രയാണ്? 42 ആണ്. അപ്പോൾ 4 മണിക്കൂറിൽ 42 km/h വെച്ചിട്ട് എന്ത് ചെയ്യും? 4 × 42 168 കിലോമീറ്റർ ആര് സഞ്ചരിക്കും? വിഷ്ണു സഞ്ചരിക്കും. അതായത് ഇപ്പം എത്ര മണിയായി? ഇപ്പം 2 മണിയായി, ഇവിടെ 2 മണിയായി. ഇപ്പോൾ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 556 - 168 എത്ര കിട്ടും? നമുക്ക് എന്ത് ചെയ്യാം? 168. ഓക്കെ, ആദ്യം 100 കുറച്ചാൽ 456, പിന്നെ 56 കുറയ്ക്കുക 400, പിന്നെ ഒരു എത്ര 12 388 കിലോമീറ്റർ എന്ത് ചെയ്യണം? അവരിടയ്ക്ക് കാണും. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 PM എന്തായാലും എടുക്കും. അത് കഴിഞ്ഞിട്ട് 388 കിലോമീറ്റർ ആണ് അവരിടയ്ക്കുള്ളത്. അത് ആരൊക്കെയാണ് പോകുന്നത്? ഓപ്പോസിറ്റ് 42, 57, 55, 97 km/h. 97 വെച്ച് കിട്ടുമ്പോൾ എത്ര? 97 × 4 ആണ്. അപ്പോൾ 4 മണിക്കൂർ എടുക്കും. 2 PM കൂടെ 4 മണിക്കൂർ ചേർത്ത് 6 മണിക്ക് എന്ത് ചെയ്യും? അവർ കൂട്ടിമുട്ടും അല്ലെങ്കിൽ കാണും. ഇതൊക്കെ ഞാൻ ആ റിലേറ്റീവ് സ്പീഡിന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രഘുവും രാമനും സ്റ്റാർട്ട് ടുഗദർ ടു വാക്ക് ഈക്വൽ ഡിസ്റ്റൻസ് 10 km 8 km റെസ്പെക്റ്റീവ്ലി. രഘു അറൈവ്സ് 30 minutes മോർ ബിഫോർ രാമൻ അറൈവ്സ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് പോയിന്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഡിസ്റ്റൻസ്? കഴിഞ്ഞ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന കേസാണ്. ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സ്പീഡിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 10:8. അത് 5:4. ഇപ്പോൾ ടൈമിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:5 ആയിരിക്കും. ഇത് ആരുടെ? രഘുവിന്റെ. ഇത് രാമന്റെ. ഓക്കെ, രാമന്റെ. ഓക്കെ, രഘു അറൈവ്സ് 30 minutes മോർ. അപ്പോൾ 1 യൂണിറ്റിന് വാല്യൂ ആണ് 30 minutes. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. 1 യൂണിറ്റ് 30 minutes എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 120 minutes ആണ്. 2 മണിക്കൂറാണ്. 2 മണിക്കൂറാണ് രഘുവിനെടുത്തത്. രഘുവിന്റെ സ്പീഡ് എത്രയാണ്? 10 km/h ആണ്. 2 മണിക്കൂർ ഇൻറ്റു 10 ടൈം ഇൻറ്റു സ്പീഡ്. അതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അതായത് 10 km/h ആണ്. 20 km ആയിരിക്കും എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാം. 5 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അയാളുടെ സ്പീഡോട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ ആൻസർ കിട്ടും. ഇത് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്നുള്ള ഇമ്പോർട്ടൻറ്റ് കേസാണ്. ട്രെയിൻ ഇത്രയും മീറ്റർ ലെങ്ത് ഉണ്ട്. ട്രാവലിംഗ് യൂണിഫോം സ്പീഡ് വന്നിട്ടുണ്ട്. ക്രോസ് അനദർ ട്രെയിൻ ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. യൂണിഫോം സ്പീഡ് ഇത്രയാണ് 60 സെക്കൻഡ്. ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ട്രെയിൻ. അപ്പോൾ നമ്മുടെ ആ ഒരു സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കും. എത്രയാണ്? 92 - 74 18 km/h. 18 km/h എന്ന് പറഞ്ഞാൽ 5 m/s. 5 m/s ഈ റിലേറ്റീവ് സ്പീഡ് ഉള്ളത് ടോട്ടൽ ടൈം. അപ്പം റിലേറ്റീവ് സ്പീഡിൻ്റെ ടൈമാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ 5 × 60 300. ഇങ്ങനെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. 300 ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്. 2 ട്രെയിൻ്റെയും കൂടെ ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ട്രെയിൻ്റെയും എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അപ്പോൾ 300 ടോട്ടൽ ഡിസ്റ്റൻസ്. ഒരെണ്ണത്തിൻ്റെ 180 ആണെങ്കിൽ മറ്റേതിൻ്റെ എത്ര ആയിരിക്കും? 120. ഇതാണ് പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തുള്ള ഇതായിരിക്കും എന്തെന്ന് എൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ബേസ് ക്ലാസ് കണ്ടാൽ സെറ്റ് ആയിക്കോളും. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് തീഫിൻ്റെ ക്വസ്റ്റൻ. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? 120 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. 7ഉം 8ഉം ആണ് എന്ത്? പോലീസിൻ്റെയും കള്ളൻ്റെയും സ്പീഡ്. ഇവിടെ ടൈം സെയിം ആയതുകൊണ്ട് ഡിസ്റ്റൻസ് എന്താണ്? സെയിം റേഷ്യോ 7:8 ആണ്. 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് 120. ആരാ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് റൺ ബൈ തീഫ്? തീഫ് എത്രയാണ്? 7 ആണ്. 8 പോലീസ്മാൻ. അപ്പോൾ 12 × 7 84 840. എന്ത് ചെയ്യാം? പെൻ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ പെൻ ഫ്രീ സൊല്യൂഷൻ എവിടെ കിട്ടത്തുള്ളൂ? നമ്മുടെ ഇവിടെ ഇങ്ങനത്തുള്ള പെൻ ഫ്രീ സൊല്യൂഷൻ. അല്ലാതെ ചുമ്മാ ഉള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇതെന്താണ്? കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? പെൻ ഫ്രീ ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിന് അതിൻ്റെ പിന്നിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റൻ ഞാൻ തന്നില്ലെങ്കിൽ പിന്നെ ആര് തരും? ആര് നിങ്ങൾക്ക് പറഞ്ഞു തരും? യെസ്, നെക്സ്റ്റ് ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റൻസ്. ഓക്കെ, നമ്മൾ 20 ക്വസ്റ്റിനോളം എന്ത് ചെയ്ത് കഴിഞ്ഞു. 20 ക്വസ്റ്റിനോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ബോട്ട് ആൻഡ് സ്ട്രീം കൂടെ. ഓക്കെ, നമ്മളൊരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഷെഡ്യൂളിലുള്ള ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ പെയ്ഡ് ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രിലിംസ് നിങ്ങളുടെ പ്രാക്ടീസ് ബാച്ചിന്റെ ക്വാളിറ്റി ഇതാണെങ്കിൽ നിങ്ങളുടെ പെയ്ഡ് ക്ലാസ്സിൽ അത്രത്തോളം നല്ല കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഈ ബോട്ട് കവേഴ്സ് ഡിസ്റ്റൻസ് ഓഫ് ഇത്രയും ഡൗൺ സ്ട്രീം ആൻഡ് 14 അപ്പ് സ്ട്രീം ഇൻ 9 hours. അപ്പം ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് വളരെ കിടിലോട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഭയങ്കര സ്പീഡിലായിരിക്കും ചെയ്യുന്നത്. പെൻ എടുക്കാതായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? കൺസെപ്റ്റ് അറിയണം. കൺസെപ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് കാണിച്ച ആ വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ കൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് ആണ് ഒരു ബോട്ട് കവേഴ്സ് ഡിസ്റ്റൻസ് ഓഫ് 18 km ഡൗൺ സ്ട്രീം 14 km അപ്പ് സ്ട്രീം ഇൻ 9 hours ആൻഡ് ഇറ്റ് കവേഴ്സ് ഡിസ്റ്റൻസ് ഓഫ് 45 km ഡൗൺ സ്ട്രീം 12 km അപ്പ് സ്ട്രീം 11 മണിക്കൂർ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട്? അപ്പോൾ ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോട്ടിന്റെ സ്ട്രീമിന്റെ സ്പീഡാണ്. അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 11.5 എടുത്തു ഞാൻ എന്ത്? കറണ്ടിന്റെ സ്പീഡ്, സ്ട്രീമിന്റെ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ മറ്റേ സ്പീഡ് എന്തായിരിക്കും? മറ്റേത് 18ന്റെ, അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതേപോലെ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇത് 5.5 ആണെങ്കിൽ നമുക്ക് മറ്റേ എത്ര വരണം? 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 13 വരണം.
അത് എന്താ വലിയ കൂടിപ്പോ. ഇപ്പം 18/18 1 മണിക്കൂറും ബാക്കി 14 അത് വരത്തില്ല, സാറ്റിസ്ഫൈ 9 മണിക്കൂർ വരത്തില്ല. അടുത്ത 5 നോക്കി, 5 വരുമ്പോൾ മറ്റേന്ത് പറഞ്ഞു, 9 പ്ലാവൻ 13 പറഞ്ഞു. അപ്പം 5ഉം 13ഉം 18, 18/18, അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 18 കിലോമീറ്റർ ബൈ 18, അപ്പോൾ 1 വരും. ഇവിടെ 14/18 എന്തല്ല, ഒരിക്കലും 9 വരത്തില്ല. അടുത്ത് നമ്മൾ 7/2 എന്ന് വെച്ചാൽ എത്ര, 3.5 ആണെങ്കിൽ മറ്റേ എത്ര വരും, 9 മൾട്ടിപ്പിൾ ആക്കാൻ വേണ്ടി എന്താ നമുക്ക് 5.5 മതി. ഓക്കെ, 3.5 5, കാര്യം ഇവിടെ 11 ഉണ്ട്. അപ്പോൾ 3.5 നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡ്. ബോട്ടിൻ്റെ അന്നേരം ഇപ്പോൾ 5.5 ആവും. അപ്പോൾ ഇവിടെ ടൈം എത്ര വരും, 18 ഡിവൈഡ് ബൈ 3.5 5, എത്രയാണ് 9. ഇപ്പോൾ 2 മണിക്കൂർ വരും. ഇവിടെ 14 ഡിവൈഡ് ബൈ 3.5 മൈനസ് 5 എന്ന് വെച്ചാൽ 5.5 മൈനസ് 3 2, 14/2 7 ആണ്, 7 2 9 സാറ്റിസ്ഫൈ ചെയ്തു. 45 വരുമ്പോൾ ഡൗൺ സ്ട്രീം ആണ്, 3.5 5 9 ആണ്. അപ്പോൾ 45/9 5 മണിക്കൂർ, 12 12/2 6, 5 6 11 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഓപ്ഷൻ വഴി ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും എഴുതണ്ട. ഇതെല്ലാം എന്താണ്, പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആണ്. അല്ലാത്തവർ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പേന എടുത്ത് എക്സും വൈ ഇട്ട്, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. കൺസെപ്റ്റ് നോക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു ബേസിക് ക്ലാസ് കണ്ടാൽ മതി. ഇതിൻ്റെ കൺസെപ്റ്റ് ഫുൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതേ കാര്യം തന്നെ എഴുതി ചെയ്യും, അത്രേ ഉള്ളൂ. എക്സും വൈ ഇട്ട് ചെയ്യും, ബി യു എസ് ഇട്ട് ചെയ്യും. ബിക്ക് വരം ഒന്നും തന്നില്ല, ബി യു എസും ബി പ്ലസ് എസും ബി മൈനസ് എസും കിട്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സ്മാർട്ടായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് സ്മാർട്ട് വേ എന്ന് പറയുന്നത്. സ്മാർട്ടായിട്ട് പഠിക്കണം, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതാണ് സ്മാർട്ട്. അതെന്താണെന്ന് ആരും പറഞ്ഞു തരാനില്ല, അത് കാണിച്ചു തരണം. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ ചെയ്ത് നോക്കണം. ബോട്ടിൻ്റെ സ്പീഡ് ഇത്രയാണ്, റിവറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ ടു കവർ സെർട്ടൺ ഡിസ്റ്റൻസ് അപ് സ്ട്രീം ഈസ് 4 hours മോർ ദാൻ ദ ടൈം ടേക്കൺ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വഴി ചെയ്യാം. 22ഉം 8ഉം. 22 എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ത് വരും, ബി പ്ലസ് എസ് 30. അപ്പോൾ 30ന്റെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഓക്കെ ടോട്ടൽ ഡിസ്റ്റൻസ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ 30 വരുന്നത് അങ്ങനെ ചെയ്യണോ, ഓക്കെ 105 വെച്ചോ. 105 ആണെങ്കിൽ 105/30, 105/30 എന്ന് പറയുമ്പോൾ 15 വിട്ട് കിട്ടുമ്പോൾ 7/2 അധികം 105/22 22 മൈനസ് എത്ര 14, 105/14, കാര്യം 7ന്റെ മൾട്ടിപ്പിളാണ്. അതായത് 14 7 വെച്ച് കിട്ടുമ്പോൾ 15/2, അതായത് 22/2. ഓക്കെ, അങ്ങനല്ലോ. ഇത് 7.5. ഇത് 3.5 മണിക്കൂർ. 15/2 എന്ന് പറയുമ്പോൾ 7.5 മണിക്കൂർ. എത്ര ഡിഫറൻസ് വരുന്നത്, 4 മണിക്കൂർ. വേറെ ഒന്നും ചെയ്യണ്ട, കണ്ടോ, ഓപ്ഷൻ എ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ, ഇപ്പം ഓപ്ഷൻ ഇത് ഡിയിലാണ് കിടക്കുന്നെങ്കിൽ പോലും ഞാൻ ഇത് എടുക്കത്തോളായിരുന്നു. എന്തുകൊണ്ടാ നമ്മുടെ നോക്ക്, 22 + 8 30 വരുന്നത്, 22 - 8 14 വരുന്നത്. അതായത് 30-നകത്ത് എന്തുണ്ട്, നമ്മുടെ 105 എന്ന് പറഞ്ഞാൽ 15 ഉണ്ട്, അതേപോലെ 7 ഉണ്ട്. ഇതിനകത്ത് 15 ഉണ്ട്, ഇതിൽ 7 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതുകൊണ്ടാണ് ഓപ്ഷൻ വഴി നിങ്ങളുടെ ബോട്ടം സ്ട്രീം ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എക്സാം ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ബുക്കിൽ നോക്കിയാലും കാണാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് ചെയ്തൂടെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് ചെയ്യുന്നത് അതാണ് ഓപ്ഷൻ കിടക്കുന്നത്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ് എന്നൊക്കെ എടുത്ത് ചെയ്യേണ്ടി വന്നേനെ. x/30 സ്പീഡ് മൈനസ് x/14 മൈനസ് x/30 വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4. അത് എന്ത് ചെയ്യണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എക്സ് ഒന്നും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡാണ്, ഇത് ബോട്ടിന്റെ സ്പീഡ് ഓഫ് ദ കറണ്ട് തന്നിട്ടുണ്ട്, സ്പീഡിന്റെ സ്പീഡ്. ഇറ്റ് ടേക്ക് 3 hours മോർ അപ് സ്ട്രീം ദാൻ ഡൗൺ സ്ട്രീം ഫോർ ദ സെയിം ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓപ്ഷൻ വഴി ചെയ്യണം. ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാം. 30 എടുത്ത് നോക്കാം. ഡൗൺ സ്ട്രീം എത്ര വരും, 30/10 3 മണിക്കൂർ എടുക്കും. മറ്റേത് എത്ര വരും, 30/30 ഡിഫറൻസ് 7.5 - 5.5 2.5 5. അപ്പോൾ 30/5 6 മണിക്കൂർ എടുക്കും. 3 hours ഡിഫറൻസ് വരുന്നത്. അതെ, എന്ത് ചെയ്തു, ഓപ്ഷൻ ഡി ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് 30 എടുത്തത്, കണ്ടത് 2.5-യുടെയും 7.5-യുടെയും മൾട്ടിപ്പിൾ കാണുമ്പോൾ എളുപ്പമുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ചെയ്യും. ഇതൊക്കെ ഓപ്ഷൻ വഴി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ധൈര്യം വേണമെങ്കിൽ എന്ത് വേണം, പ്രാക്ടീസ് വേണം. ഇങ്ങനെ ചെയ്ത് ആരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരണം. ഓക്കെ, ഇതൊക്കെയാണ് വെറൈറ്റി. ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത്. ബുക്ക് നോക്കി പഠിക്കാൻ ആർക്കും പറ്റും. ബേസിക് ആയിട്ടുള്ള ക്ലാസ്സൊന്നും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബുക്ക് നോക്കി പഠിക്കണം. പക്ഷെ നമ്മുടെ എക്സാമിനുള്ള ആ ഒരു എന്താ പറയുക, നിങ്ങൾ ആ ഒരു കട്ട് ഓഫ് കിടക്കണമെങ്കിലുള്ള മെത്തേഡ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഒരു ബോട്ട് ഇത്രയും 240 ഡൗൺ സ്ട്രീം 3 മണിക്കൂർ. ഇപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടി 80 km/h. 240/3 ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ് അപ് സ്ട്രീം തന്നിട്ടുണ്ട് 6 മണിക്കൂർ. അതായത് 240/6 40 km/h ആണ് അപ് സ്ട്രീം സ്പീഡ്. സ്പീഡ് ഓഫ് ദ സ്ട്രീം, അപ് സ്ട്രീം എന്താണ്, ഡൗൺ സ്ട്രീം എന്താണ്, എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി, 40ന്റെ പകുതി എത്രയാണ്, 20. ഇതെല്ലാം എങ്ങനെയാണ്, രണ്ട് അപ് സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ ബോട്ടിന്റെ സ്പീഡ്, രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി എടുത്താൽ സ്ട്രീമിന്റെ സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ മോട്ടോർ ബോട്ട് അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഇൻ സിൽ വാട്ടർ ഗോസ് 30 km ഡൗൺ സ്ട്രീം ആൻഡ് കംസ് ബാക്ക് ഇൻ ടോട്ടൽ 4 hours 30 minutes. സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ് 15 km ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റിൽ വാട്ടർ സ്പീഡ്. 30 km ഡൗൺ സ്ട്രീമിൽ പോയിട്ട് തിരിച്ചു വരുന്നു. ടോട്ടൽ ഇത്ര 4.5 മണിക്കൂർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് ഓഫ് ദ സ്ട്രീം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 15 km ഉണ്ട്,
നമുക്ക് 30ന്റെ ഒരു മൾട്ടിപ്പിൾ 5 എടുത്ത് നോക്കാം. അതായത് ഓപ്ഷൻ എടുക്കുക സ്പീഡ് ഓഫ് സ്ട്രീമാണ്. അപ്പം ബോട്ടിന്റെ സ്പീഡ് വന്നിട്ടുണ്ട്, സ്ട്രീമിന്റെ സ്പീഡ് ഞാൻ എന്ത് ചെയ്യുക 5 കൊടുക്കുക. 5 കൊടുത്ത് എന്തുകൊണ്ടാണ് നമുക്ക് 30 കിലോമീറ്റർ ആണ്. അപ്പോൾ അങ്ങോട്ടുള്ള ടൈം എത്ര എടുക്കും 30/15 ഡൗൺ സ്ട്രീം ആയതുകൊണ്ട് ബോട്ടിന്റെ സ്പീഡ് സ്ട്രീമിന്റെ സ്പീഡ് 15 20 30/2 3/2 അതായത് 1.5 മണിക്കൂർ. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ഇനി തിരിച്ചു വരുന്ന സമയത്തോ 30 കിലോമീറ്റർ തന്നെ എത്രയാണ് B-S 15 - 5. അപ്പോൾ ഈ B-S B+S ഒക്കെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാത്തുള്ളൂ ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ പ്രാക്ടീസ് ബാച്ച് അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. പഠിക്കാനുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. 15 - 5 10 വരും. 10 ആയിരിക്കും അവിടുത്തെ ഔട്ട്സ്ട്രീം സ്പീഡ്. 30/10 3 വരും. 3 4.5 മണിക്കൂർ സാറ്റിസ്ഫൈ ചെയ്തു ഓപ്ഷൻ ബി. അപ്പം ഇങ്ങനെയുള്ള മെത്തേഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം എൻ്റെ അടുത്ത് പറയണം. നിങ്ങൾ ബാക്കി ഏത് മെത്തേഡ് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തന്നെ എനിക്ക് എക്സും വൈയും ഇട്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ 30 ക്വസ്റ്റ്യൻ ചെയ്തെടുത്ത് എനിക്ക് 10 ക്വസ്റ്റ്യൻ നിങ്ങളെ ചെയ്യിപ്പിക്കാം, ഒരു പ്രശ്നമില്ല. എക്സും വൈയും ഇട്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വളരെ പരിമിതമായിരിക്കും. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ എല്ലാവരും ചെയ്തിട്ടുള്ള ശരാശരിയായിട്ടുള്ള ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്ലാസിന്റെ കൂട്ടാവും അത്. പക്ഷെ ഇതെന്താണ്, ഇത് നമ്മുടെ യുണീക്ക് ക്ലാസ്സുകളാണ്. ഇവിടെ ദിശ അക്കാഡമിയിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ മാത്സിന്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് യുണീക്ക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡും ബാക്കിയെല്ലാം നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലും അല്ലാത്ത ക്ലാസ്സിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ബാച്ചാണ്. അപ്പോൾ അതിന് നിങ്ങൾ എക്സാമിന് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നത് ഈ സീരീസിലൂടെ കാണിക്കുന്നത്. നമ്മൾ ഓരോ ക്ലാസ്സും കണ്ടാൽ അങ്ങനെ മനസ്സിലാവും. ഒരാൾ 2 hours ടു സ്വിം 25 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 19 കിലോമീറ്റർ അപ്പ് സ്ട്രീം പോകുന്നുണ്ട് സെയിം ടൈമിൽ. വാട്ട് ഇസ് സ്പീഡ് ഓഫ് ദ കറണ്ട്? ഇപ്പോൾ 2 മണിക്കൂർ എടുക്കും ഡൗൺ സ്ട്രീം പോകാൻ. അപ്പോൾ ഡൗൺ സ്ട്രീം പോകാൻ വേണ്ടി ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടുമല്ലോ 25/2. 25/2 ആണ് ഡൗൺ സ്ട്രീം സ്പീഡ്. 19 കിലോ അപ്പ് സ്ട്രീമിന്റെ സെയിം ടൈം. അപ്പോൾ അപ്പ് സ്ട്രീം സ്പീഡ് എത്ര കിട്ടും 19/2. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ബോട്ടിന്റെ സ്പീഡ് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. എത്ര കിട്ടും 25 35 47/2 22. ഓക്കെ, തെറ്റിയോ? ഓക്കെ, കറണ്ടാ രണ്ടും കുറച്ചിട്ട് പകുതിയാണ്. ഓക്കെ, കറണ്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറണ്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കുറച്ചിട്ട് പകുതി. അത് 6/2 പകുതി. 6/2 3ന്റെ പകുതി എത്രയാണ് 1.5 ആൻസർ അല്ലേ? രണ്ടും കൂടെ കുറയ്ക്കുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. ഓക്കെ, 1.5 യെസ് 1.5 കിലോമീറ്റർ. മോട്ടോർ ബോട്ട് ഇത്രയും ഡൗൺ സ്ട്രീം. അതിന്റെ സ്പീഡ് ഓഫ് ദ മോട്ടോർ ബോട്ട് എത്രയാണ് 25 സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ്. അപ്പോൾ അതിന്റെ ടോട്ടൽ ടൈം ടേക്ക്. അപ്പോൾ നമുക്ക് 31 കിലോമീറ്റർ ആണ് അപ്പ് സ്ട്രീം. അപ്പോൾ അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് 22 - 3 25 - 3 22 33/22 എന്ന് പറഞ്ഞാൽ 11 ചുറ്റുമ്പോൾ 3/2 1.5 മണിക്കൂർ അധികം 21 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആകുമ്പോൾ 21/25 3 28 21/28 എന്ന് പറയുമ്പോൾ 7 കൊണ്ട് കിട്ടുമ്പോൾ 3/4 മണിക്കൂർ. അതിന് മിനിറ്റ് ആക്കാൻ വേണ്ടി 60 കൊണ്ട് പിടിക്കുക. ഇതാണ് 15 3 45 മിനിറ്റ്. അതായത് 1.5 മണിക്കൂർ 45 മിനിറ്റ്. 1.5 മണിക്കൂർ അരമണിക്കൂർ ആകുമ്പോൾ 2 മണിക്കൂർ പിന്നെ 15 മിനിറ്റ്. 2 മണിക്കൂറും 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോട്ടോർ ബോട്ട് 48 കിലോമീറ്റർ അപ്പ് സ്ട്രീം 1 hour മോർ ദാൻ ദ ടൈം ടേക്കൺ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം. സ്പീഡ് ഓഫ് ദ കറണ്ട് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് സ്പീഡ് ഓഫ് ദ ബോട്ട്? അപ്പോൾ 48 എന്ന് കാണുമ്പോൾ തന്നെ കറണ്ടാണ് നോക്കുള്ളത്. ഇപ്പോൾ 4. ഇപ്പോൾ ഇവിടെ നോക്ക് 48 4. ഓക്കെ, നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാം? 10 + 4 ഇല്ല, 16 + 4 20, 16 - 4 12. ഓക്കെ, 15 4 വേണ്ട, 24 24. ഓപ്ഷൻ ഡി നോക്ക്. ഞാൻ ഓപ്ഷൻ വഴി ജസ്റ്റ് നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഈ 48ന്റെ ഒക്കെ മൾട്ടിപ്പിൾ വരുന്നത് നോക്കുക. അപ്പോൾ 4 ആണ് കറണ്ടിന്റെ സ്പീഡെങ്കിൽ എസിന്റെ സ്പീഡ് 4 ആണെങ്കിൽ ബോട്ടിന്റെ സ്പീഡ് ഞാൻ എന്ത് കൊടുത്തു? അതാണ് ചോദിച്ചിട്ടുള്ളത് 20 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്സ്ട്രീം സ്പീഡ് എന്ത് വരും 20 - 4 കണ്ടോ? അവിടെ 16 വന്നു 24 വന്നു. 16 48 മൾട്ടിപ്പിൾ ആണ്, 24 48 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഡെയിലി മാത്സിന്റെ എക്സസൈസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മാത്സിന്റെ എക്സസൈസ് അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. ഇത് വൺ ഓഫ് ദ യുണീക്ക് ക്ലാസ് ആണ് ഇന്ന് ചെയ്ത ക്ലാസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? അപ്സ്ട്രീം ടൈം എത്ര എടുക്കും? 48 ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ്. അതാണ് അപ്സ്ട്രീം സ്പീഡ്. 20 - 4 16 48/16 3 മണിക്കൂർ. അടുത്ത കേസ് 48 കിലോമീറ്റർ തന്നെ അപ്സ്ട്രീം പോകുമ്പോൾ വരും 24 2 മണിക്കൂർ. ഇപ്പോൾ 2 മണിക്കൂർ ഡൗൺ സ്ട്രീമിൽ എടുക്കും, അപ്സ്ട്രീമിൽ 3 മണിക്കൂർ എടുക്കും. 1 hour മോറല്ലേ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ആൻസർ എന്താണ്? കറക്റ്റ് ആണ്. നമ്മൾ അസ്യൂം ചെയ്ത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. എക്സും വേണ്ട വൈയും വേണ്ട ഒന്നും വേണ്ട. ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ എക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സ്പീഡ് ഓഫ് ദ ബോട്ട് വന്നിട്ടുണ്ട്. ടേക്സ് ദ സെയിം ടൈം ഗോയിങ് 35 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആസ് ഇറ്റ് ടേക്സ് ഗോയിങ് 28 കിലോമീറ്റർ അപ്പ് സ്ട്രീം. വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം? അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, എക്സിറ്റ് ചെയ്യണമെന്നില്ല. 35 ഓക്കെ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രീമിന്റെ സ്പീഡ് എസ് ആണെന്ന് വെച്ചോ, ബോട്ടിന്റെ സ്പീഡ് ബി ആണ്. സെയിം ടൈം പറഞ്ഞിട്ടുള്ളത്. അതായത് 35 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ടിന്റെ സ്പീഡ് 9 + s ഈക്വൽ ടു ഇനി 28 കിലോമീറ്റർ അപ്പ് സ്ട്രീമിൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പ് സ്ട്രീമിന്റെ സ്പീഡ് എന്താ? 9 - s. ഇപ്പോൾ എസിന്റെ വാല്യൂ വേണം. നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇവിടെ
ഓപ്ഷൻ ഇട്ട് കൊടുത്താലോ, 1 കൊടുത്താൽ 35/10. 35/10 എന്ന് പറയുമ്പോൾ 7/2. ഇവിടെ 28/8 എന്ന് വെച്ചാൽ 4 വെച്ചിട്ട് 7/2. ഓപ്ഷൻ എ സാറ്റിസ്ഫൈ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എത്ര ഇട്ടത്, ഇവിടെ 35s -35s ഇവിടെ +28 -35s അല്ലല്ല, ഇവിടെ 7 വെച്ചോട്ടാ, 5 ഇവിടെ 4 ഇവിടെ -5s ഇവിടെ 4s. അപ്പം -5 തപ്പുമ്പോൾ 9s എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -25 +36. ഓക്കെ, 4s ഓക്കെ 9s എന്ന് വരും. റൈറ്റ് സൈഡിൽ 45 36, അതെ 9 എന്ന് വരും. എസിൻ്റെ വില 1 വരും. നമ്മുടെ ആൻസർ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ. ടൈം ടേക്കൺ ബൈ ബോട്ട് 35 കിലോമീറ്റർ അപ് സ്ട്രീം ഇസ് 25% മോർ ദാൻ ടൈം ടേക്കൺ ടു ഗോ 40 കിലോമീറ്റർ സ്ട്രീം. സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് വാട്ട് ഈസ് സ്പീഡ് ഓഫ് ദ ബോട്ട്. ഓക്കെ, ഏതെങ്കിലും എന്ത് ചെയ്യാം, ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ 34 എന്ന് പറയുമ്പോൾ എന്താണ്, 17 ഉണ്ട്. 17 പറഞ്ഞെങ്കിൽ എന്ത് വരണം, അപ് സ്ട്രീം ആയതുകൊണ്ട് 17, 21 - 4 17. ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടൈം നോക്കാം. 34 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകാനുള്ള ടൈം എന്ത് വരും, ഈസ് മോർ ദാൻ. ഓക്കെ, 34/21 - 4 17. ഓക്കെ, ഇതാണ് അപ് സ്ട്രീം പോലുള്ള ടൈം. നമ്മൾ ബോട്ടിൻ്റെ സ്പീഡ് 21 എടുത്താൽ ഇനി എന്താ, 40 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. 40 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകുമ്പോൾ എന്ത് വരും, 40/20 21 4 ടോട്ടൽ സ്പീഡ് 25 എന്ന് പറഞ്ഞാൽ എത്ര, റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 8/5 എന്ന് വരും. എന്ത് വരും, 2 എന്ന് വരും. 8:10 എന്ന് വരും. ഓക്കെ, 2 വരും. 8:10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4:5. അതായത് ഇത് ഡൗൺ സ്ട്രീമിൻ്റെ ടൈം, ഇത് അപ് സ്ട്രീമിൻ്റെ ടൈം. കറക്റ്റ് അല്ലേ പറഞ്ഞത്. ടൈം ടേക്കൺ ബൈ ബോട്ട് ഗോ അപ് സ്ട്രീം ഈസ് 25% എന്ന് പറഞ്ഞാൽ 1/4. 4 ആണെങ്കിൽ എത്ര കൂടുതൽ, 1 കൂടുതൽ, 1/4 കൂടുതൽ, 25% തന്നെയാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് മാത്രമാണ്, ഏത് കൺസെപ്റ്റ് വെച്ചാൽ ഞാൻ ഈ 21 എടുത്തത്, കാര്യം 4 നമ്മൾ അപ് സ്ട്രീം എടുക്കുമ്പോൾ 34 വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, 17ന്റെ മൾട്ടിപ്പിൾ. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുക, അതനുസരിച്ചായിരിക്കും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ലാസ്റ്റ് ആണ് വെച്ചത്. ഓക്കെ സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, 21 ആൻസർ കിട്ടും. യെസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. 30 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ ഇത്രയും സെറ്റായിട്ട് ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു കാണത്തില്ല. ഇതൊരു യുണീക്ക് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് കൂടെ കണ്ടിട്ട് ഒന്നുകൂടെ ഈ ക്ലാസ് കണ്ടു നോക്കണം. ചിലപ്പോൾ കുറച്ചൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്ന ക്ലാസ് കണ്ടിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ മനസ്സിലാവും നമ്മുടെ മാത്സ് ഏത് ലെവലിലാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഏത് ലെവലാണ് പോയെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിടിലമായിട്ട് അടുത്ത മെത്തേഡ്സ്, അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. എല്ലാ ചാപ്റ്ററും വരും. ഫുൾ ചാപ്റ്റർ നിങ്ങളെ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാം കാണാം. നിങ്ങൾക്ക് പെയ്ഡായിട്ട് സെറ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ക്ലാസ് എടുക്കുക. 1 മാസം കൂടെ എക്സാമിനുള്ളൂ. മാക്സിമം സെറ്റായിട്ട് പോവുക. ഇത് നന്നായിട്ട് പഠിച്ചാൽ CGL നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപകരിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇങ്ങനത്തുള്ള ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് മലയാളത്തിൽ എവിടെയും കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ തരുന്നത്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം തരും, അതുപോലെ എല്ലാ കാര്യങ്ങളും തരും. എപ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് തരുന്ന ക്ലാസ്സുകളല്ല തരുന്നത്. എല്ലാം നിങ്ങൾക്ക് എന്തുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. ബേസിക് ക്ലാസ്സുകൾ എവിടെയാണെന്ന് ഇനി ഓരോ ക്ലാസ്സിലും ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക. ഓക്കെ, സെറ്റായിട്ട് ഇരിക്കുക. ചെലിക്കാൻ ചാനൽ ജോയിൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓക്കെ.